വളരെ നല്ലവണ്ണം കമ്മിറ്റഡ് ആയിട്ടുള്ള പഠിക്കുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അവരാ ഹോസ്പിറ്റലിനെ വിളിക്കുന്നത് എൻ്റെ സെക്കൻഡ് ഹോം എന്നാണ്. ഗോൾഡ് മെഡൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ്, വിദ്യാർത്ഥിനിയാണ്. അവരെക്കുറിച്ച് വളരെ മതിപ്പാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും. അങ്ങനെ ഒരു പെൺകുട്ടി. അത് മാത്രമല്ല, ഈ ഓഗസ്റ്റ് 9 സവിശേഷത ഈ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി കിട്ടിയ ജാവലിൻ ത്രോയിൽ വെള്ളി കിട്ടിയ ദിവസമാണ്. അപ്പോൾ അതൊക്കെ ടി വിയിൽ കണ്ട് വലിയ ആഘോഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പെൺകുട്ടി അല്പസമയം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഈ സെമിനാർ ഹാളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്? 36 മണിക്കൂറായിട്ട് ഓൺ കോൾ ഡ്യൂട്ടിയിലാണ് ഈ പെൺകുട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 36 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെയാണ് ഈ മരണം നടക്കുന്നത്. 1 മണിക്കാണ് ആ സെമിനാർ ഹാളിലേക്ക് പോകുന്നത്. 3 മണിക്ക് അവിടെ ഒരു നഴ്സ് ഈ പെൺകുട്ടിയെ പോയി കണ്ടിട്ടൊരു പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ അവരുടെ സൈൻ വാങ്ങിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 3:30-ക്കും 5 മണിക്കും ഇടയ്ക്ക് ഈ മരണം സംഭവിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 1 മണിക്ക് ഓൺ കോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഇതിനിടയിൽ ആരും തന്നെ ഇവരെവിടെയും അന്വേഷിച്ചിട്ടില്ല. ഒരു ഡോക്ടറാണ്, ഓൺ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറാണ്.